എക്കണോമി എന്നുള്ളത് ഒരു ജോബ്ലെസ് ഗ്രോത്ത് ആണ് എന്നുള്ളത് അതൊരു പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വട്ടമേശകൾ, നമ്മൾ ഉൺമേശയിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബിലിരുന്ന് നമ്മൾ ചീട്ട് കളിക്കുമ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവന്മാർ കുറേ എണ്ണം ഈ വഴി ഇറങ്ങി നടപ്പുണ്ട്, അവർ ദേ ആർ ആസ്കിങ് എസ് ക്വസ്റ്റ്യൻസ് എന്ന് ഇന്ത്യയിൽ ഒരു എലീറ്റ് അവർ സംസാരിക്കുന്നുണ്ട്. ആ അതേ സംസാരമാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഈ പറയുന്നത്. ഈ കുറേ കോക്രോച്ചുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അത് ജൂറിസ്റ്റിൻ്റെ സംസാരമല്ലത്. ഈ സംസാരത്തിന് ഇത് കോക്രോച്ചുകളുടെ റെസ്പോൺസും എന്തായിരിക്കണമോ ഇതിനോടുള്ള റെസ്പോൺസ്, അതാണ് അവരുടെ റെസ്പോൺസ്. അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ സ്പിരിറ്റ്, ഈ കോക്രോച്ചുകളുടെ സ്പിരിറ്റ് ഉണ്ടല്ലോ, അവരുടെ സ്പിരിറ്റാണ് ഈ സേതു പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. എന്താണത്? തൊഴിൽ കൊടുക്കാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഈ കുട്ടികൾ അവർ തൊഴിലില്ലാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അത് മാത്രമല്ല, ഈ കുട്ടികൾ ആദ്യം പറഞ്ഞ പരീക്ഷയുടെ പേപ്പർ അതുണ്ട്, പരീക്ഷ ഉണ്ട്. അത് അവരിപ്പം വെച്ചിരിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത്. സത്യത്തിൽ എനിക്കത് മനസ്സിലാവാതെ പോയത്. ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും ഷൂഡായിട്ടുള്ള മനുഷ്യരെന്താണ് ചിന്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ തന്നെ അത് ഒരിക്കൽ ചർച്ചയിൽ പറഞ്ഞത്. കാരണം 12ാം ക്ലാസ്സിൽ ഒരു കുട്ടി എഴുതുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അയാളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ അവിടെ ആ കുട്ടി ഒരാളല്ല, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരി അമ്മാവനും ചിറ്റപ്പനും അളിയനും എല്ലാവരും അവരവിടെ ആ പരീക്ഷകൾ റദ്ദാക്കിയിരിക്കുകയാണ്. റദ്ദാക്കാന്ന് പറഞ്ഞപ്പോൾ ആറ് കുട്ടികൾ സൂസൈഡ് ചെയ്യുന്നു. നമ്പർ അതിൽ കൂടുതലാണെന്നൊക്കെ ഞാൻ ഇന്നലെ ചർച്ചയിൽ വന്നപ്പോൾ അതിലും കൂടുതലുണ്ട് എന്ന് ആൾക്കാർ പറയുന്നത്. ഇത് ഏറ്റവും കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന കാര്യമാണ്. എക്കണോമി എന്നുള്ളത് ഒരു ജോബ്ലെസ് ഗ്രോത്ത് ആണ് എന്നുള്ളത് അതൊരു പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏറ്റവും വലിയ എക്കണോമിയായിട്ട് ഗ്രോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തൊഴിൽ കിട്ടാനില്ല എന്നുള്ളത്. അപ്പം കുട്ടികൾക്ക് അവർക്ക് ഈ പരീക്ഷ നടത്തുക എന്നുള്ളത് വളരെ റുട്ടീനായിട്ടുള്ള കാര്യമാണ്. ഇക്കണോമിക് പോളിസി, ഫൈനാൻഷ്യൽ വയബിലിറ്റി, ഇതൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലും ഒരു സർക്കാരിന് എത്രത്തോളം ഗ്രിപ്പുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആളുകൾക്ക് വളരെ സീരിയസ് ആയിട്ട് സംശയമുണ്ട്. ഇപ്പം ഇന്ത്യ മുന്നണി ആസ് എ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അവർ ഈ കാര്യങ്ങളൊക്കെ വളരെ ശരിയായ രൂപത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സേതു നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോർ ഫാഷിസ്റ്റ് ഐഡിയോളജിയോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കേണ്ട ഒരു യൂണിറ്റി, രാഷ്ട്രീയ ജാഗ്രത, ഭാവന, ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾക്കതുണ്ട്. ഈ കോക്രോച്ചുകൾക്ക് ദേ ആർ ഷോയിങ് ഇറ്റ് അപ്പ്.